നിയമാവർത്തന പുസ്തകത്തിൽ വിഗ്രഹാരാധനയെ സംബന്ധിച്ച ചില പരാമർശങ്ങൾ വായിക്കാനിടയായി. ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ നമ്മളതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് അനേകം രൂപങ്ങൾ ചിത്രപ്പണികളിലൂടെയും കൊത്തിവെക്കുന്നതിലൂടെയും സമാഗമ കൂടാരത്തിൽ ഉണ്ടാക്കാനായി പറഞ്ഞത്. കെരൂബുകളുടെ രൂപം അവർ ഉണ്ടാക്കിയിരുന്നു. ദേവാലയം പിന്നീട് നിർമ്മിക്കുമ്പോഴും അനേകം രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ഒരു രൂപവും ഉണ്ടാക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തിന് പകരം ഒരു വിഗ്രഹവും ഉണ്ടാക്കി ദൈവത്തിന് പകരം വെച്ച് ആരാധിക്കരുത്. പുതിയ നിയമത്തിലെ ദൈവിക നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ രൂപം ആ കാലഘട്ടത്തിലെ ആദിമസഭയിലെ അപ്പസ്തോലിക സഭയിലെ ദൈവത്തിൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ആരാധിക്കാനല്ല, അവരോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവയെ വണങ്ങുന്നത് നമ്മൾ മുതിർന്നവരെ ആദരിക്കുന്നത് പോലെയും അധ്യാപകരെ വണങ്ങുന്നത് പോലെയും ബഹുമാനം കൊടുക്കേണ്ട മനുഷ്യ വ്യക്തികളെ നമ്മൾ ഈ ഭൗമിക ജീവിതത്തിൽ തന്നെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി വണങ്ങുകയും അവരുടെ മുമ്പിൽ ശിരസ് കുനിക്കുകയും ഒക്കെ ചെയ്യുന്ന അർത്ഥത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയാവും. അതൊന്നും സത്യദൈവമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൊടുക്കുന്ന ആരാധനയ്ക്ക് തുല്യം അല്ല. ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്യുമ്പോഴും ചില രോഗങ്ങൾ മാറാതെ ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കുറവ് കൊണ്ട് അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് തരുന്ന സഹനങ്ങളെ, രോഗങ്ങളെ, കഷ്ടപ്പാടുകളെ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങ് സുഖപ്പെടുത്തണമേ, എടുത്തു മാറ്റണമേ. ഇനി അത് നിലനിൽക്കാനാണ്, ഈ മുള്ള് ഞങ്ങൾ സഹിക്കാനാണ് അങ്ങയുടെ തിരുഹിതമെങ്കിൽ സന്തോഷത്തോടെ ഈ കുരിശ് വഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കണമേ, അവർക്ക് സമാധാനം നൽകണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ സ്നേഹം ഒരുപാട് അളവില്ലാത്ത ഒരു സമൃദ്ധിയിൽ, അളക്കാനാവാത്ത ഒരു കൃപയുടെ സമൃദ്ധിയിൽ കണ്ടെത്താൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.